എപ്പോൾ ഈ വെള്ളച്ചോറ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ മടുപ്പ് തോന്നാറില്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ മജ്ബൂസാണിത്. വളരെ ടേസ്റ്റിയാണ്. ഈ റൈസിൻ്റെ രുചി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. കുക്കിംഗ് ചെയ്യാനുള്ള പോട്ട് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, അല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കാം, അല്പം പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വാടി വരട്ടെ. അടുത്തത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ പൊട്ടാറ്റോ ഇതും കൂടെ ചേർത്ത് വാടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ടുള്ളത്. ഇത് ചിക്കൻ സ്റ്റോക്ക്, ഒരു പിടി മുറിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. നമുക്കിനി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സ്പെഷ്യലായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അല്പം കൂടി ഉപ്പ് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ചെമ്മീനിൽ ഉപ്പും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വേവിക്കാം. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 6 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അല്പം വെള്ളം എക്സ്ട്രാ കൊടുക്കും കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. മൂടി വെച്ച് ഒന്ന് പതിക്കട്ടെ. നമ്മളെ വെള്ളം പതിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് മൂടി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ വെള്ളം പതിച്ച് ഈ വാട്ടറും അതുപോലെ തന്നെ ഈ അരി വേവുന്ന അരിയും കൂടെ ഒരേ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പം ഇത് ഫുൾ ഫ്ലെയിമിലാണ്. ഈ അരിയും വെള്ളവും ഒരേ ലെവലിൽ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇത് ഒരേ ലെവലിലാവുമ്പോൾ നമുക്കത് സിമ്മിലേക്ക് മാറ്റിയിട്ട് ലിഡ് ക്ലോസ് ചെയ്യാം. ഇനി അത് അവിടെ കിടന്നിട്ട് വേവട്ടെ. എന്താ ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ ചെമ്മീൻ മജ്ബൂസോടെ സെറ്റാണ് കേട്ടോ. ഈ റൈസ് കുക്കായി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല രുചിയോട് കൂടിയ റൈസുമാണിത്. അപ്പോൾ എല്ലാവരും ഇത് കുക്ക് ചെയ്ത് തന്നെ നോക്കണം, അതിൻ്റെ രുചി മനസ്സിലാവണമെങ്കിൽ. ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ചെമ്മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ചിക്കൻ വെച്ചും ബീഫ് വെച്ചും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം.